ആരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ? സച്ചരിതരായ സന്മാർഗികളായ ആ സഹാബികൾ, ആ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? 4 പേരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 പേരാണ് ഖുലഫാ ഉർ റാഷിദുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 സഹാബികളുടെ ഖിലാഫത്തിനെ കുറിച്ച് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അത് 30 വർഷങ്ങളാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. 29 വർഷവും 6 മാസവും 4 ദിവസവും 4 സഹാബികളും ഭരണം നടത്തിയിട്ടുണ്ട്. 30 വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവരാണ് ഖുലഫാ ഉർ റാഷിദുകൾ. ഇത് മുസ്ലിം ലോകത്ത് ഇജ്മാഉള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കേൾക്കും. 4ാമത്തെ സഹാബിയുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് ഷിയാക്കളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നാസിബികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ പറഞ്ഞ ആളുകൾ നേരത്തെ ഷിയാക്കളെ കുറിച്ച് ഇറാനിന്റെ വിഷയം വന്നപ്പോൾ അവർ സഹാബികളെ ചീത്ത വിളിക്കുന്നവരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടായി. നമ്മുടെ നാട്ടിൽ പല ആളുകളും തൗഹീദുള്ള ആളുകളെന്ന് അവകാശപ്പെടുന്ന വലിയ വലിയ അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ വരെ സഹാബികളെ ചീത്ത വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഷീഇകളെ ന്യായീകരിക്കുന്ന സാഹചര്യമുണ്ടായി മിമ്പറുകളിൽ വരെ. അതൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ലേ? എന്ത് രാഷ്ട്രീയമോ? സഹാബികളെ ചീത്ത വിളിച്ചിട്ട് രാഷ്ട്രീയമോ? എന്നിട്ട് സഹാബികളോടുള്ള സ്നേഹം പഠിപ്പിക്കേണ്ട ദുരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അവരെ ചീത്ത വിളിക്കൽ നിഫാഖാണ്, തെറ്റാണ് എന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായി. ഇനി അടുത്ത പഠിപ്പിക്കേണ്ട അവസ്ഥ എന്താണെന്ന് അറിയുങ്ങൾ? 4ാമത്തെ ഖലീഫ അലി ബിൻ അബി ത്വാലിബാണ് റളിയല്ലാഹു അൻഹു എന്ന് പഠിപ്പിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ചെറിയ കാര്യമല്ല, നേരത്തെ പറഞ്ഞ് പഠിക്കണം, നന്നായി പഠിക്കണം. ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ പഴിച്ചു പോകും. ഇത്രയും കാലം എഴുതപ്പെട്ട ചരിത്രങ്ങളൊന്നും പോരാ. ചില ആളുകൾക്ക് വേറെ എവിടുന്നോ ഒരു ചരിത്രം ഇപ്പോൾ വഹിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ചരിത്രങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? പൊതുവെ മുസ്ലിം ലോകത്ത് അഖീദയുടെ കിതാബുകളിലൊക്കെ എഴുതപ്പെട്ട ഇസ്ലാമിൻ്റെ അഖീദ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹാബികൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യക്തമായ നിലപാട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് സുക്കൂത്താണ്, ഉണ്ടാതിരിക്കാന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷക്കാരും മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷക്കാരുമായി പരസ്പരം പോരടിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. കഴിഞ്ഞ ദിവസം ഒരു വിദ്വാൻ പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കുറെ കാലായി അലി റളിയല്ലാഹുവിന്റെ ആളുകളായിട്ട് ചില ആളുകൾ മുആവിയ റളിയല്ലാഹുവിനെ ഇങ്ങനെ ചീത്ത വിളിക്കാണ്. കുറെ കാലം നമ്മൾ ഉണ്ടാതിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടി വായിച്ചപ്പോൾ മനസ്സിലായി ഇനി തിരിച്ചു പറയണം. ഇപ്പൊ തിരിച്ചു പറയാൻ നോക്കുകയാണ്. ഇപ്പൊ 4ാമത്തെ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അത്ര അലി റളിയല്ലാഹു അൻഹു അധികാരമോഹിയാണ് എന്നുവരെ പറഞ്ഞു വരുന്നത്. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കായി പോകാതിരിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. മണ്ണ് പിടിച്ചു പോയ പല പിഴച്ച ചിന്താഗതിയും പൊടി തട്ടിയിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ട് ബേജാറായി പോകേണ്ടതില്ല. പഴയ കാലത്ത് ഷീഇകൾ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തി പാടിയപ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ ഇകഴ്ത്താൻ തുടങ്ങിയപ്പോൾ അന്ന് ഉടലെടുത്താണ് അലി കുടുംബത്തിനെ ചീത്ത വിളിക്കാൻ വന്ന നാസിബികൾ. ആ സാധനമാണ് ഇപ്പോൾ വന്നത്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലപൊക്കും എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ പെയ്തപ്പാണ് മുളച്ചത് എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വേര് അറുക്കപ്പെടും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എഴുതപ്പെട്ട കിതാബുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്ന് പറഞ്ഞു. എത്ര തെളിവുകൾ വേണം? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചരിത്രം ഇങ്ങനെ വളച്ചൊടിക്കപ്പെട്ടൂലേ എന്ന് വിചാരിക്കും. അള്ളാഹു എല്ലാവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളെ നിലപാട്. എല്ലാവരുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവര് വിചാരം എന്താണെന്നറിയോ? ഇവിടെ സുന്നി സമസ്ത ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, മുജാഹിദ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഇനി ഒരു അലി ടീം, മുആവിയ ടീം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാം. എന്തപ്പോ ഇവർ മനസ്സിലാക്കിയത്? അവർ അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തിയപ്പോൾ നമ്മൾ ഇപ്പുറന്ന് അലി റളിയല്ലാഹുവിനെ ഇകഴ്ത്തലാണോ നമ്മളെ നിലപാട്? ആണോ? അലി റളിയല്ലാഹുവിന്റെ മഹത്വം പഠിപ്പിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അലി റളിയല്ലാഹുവിന് എത്ര എത്ര ശ്രേഷ്ഠതകളുണ്ട്. ഖൈബറിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക കൊടുത്തത് ആരുടെ കയ്യിലാണ്? അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. അബൂബക്കറിന്റെ, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹു. കൊടുത്തത് അലി റളിയല്ലാഹുവിനാണ്. നമ്മൾ അലിന്റെ ആള് നാളെ മുതൽ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ നിലപാടല്ല, എല്ലാവരും റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിലപാട്. പരസ്പരം കക്ഷി ചേർന്ന് സഹാബികൾക്ക് വേണ്ടി ചീത്ത വിളിക്കുന്നവരെ നമുക്കില്ല. എല്ലാവരും നമ്മുടെ സഹാബികളാണ്. അവരെല്ലാവരും ഉദൂലുകളാണ്, നീതിമാന്മാരാണ് എല്ലാവരും.
ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ശരി പറ്റിയ ആളുകൾക്ക് അള്ളാഹു 2 പ്രതിഫലം നൽകും എന്നാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 പ്രതിഫലമുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലും അലി റളിയല്ലാഹുവിനെ ഇകഴ്ത്താനോ മുആവിയ റളിയല്ലാഹുവിനെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താനോ അവർക്ക് യോജിക്കാത്ത ഒരു മഖാമിലേക്ക് കൊണ്ടുപോവാൻ അഹ്ലു സുന്ന വൽ ജമാഅ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല, തുനിയുകയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പൊ കിട്ടിയ ചില ചരിത്രങ്ങൾ കൊണ്ട് ചില ആളുകൾ വരുമ്പോൾ ഫഅലൈക്കും ബിസുന്നത്തി, അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഹദീസിലേക്ക് മടങ്ങുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങുക, സഹാബികളുടെ സുന്നത്തിലേക്ക് മടങ്ങുക. അത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. എന്താ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ പറഞ്ഞത്? മുൻപല്ലുകൊണ്ട് പിടിച്ചാൽ കടിച്ചു പിടിച്ചതും പല്ലും ഒപ്പരം പോകും, അണപ്പല്ലാകുമ്പോൾ അവിടെ നിൽക്കും. പ്രയോഗം നോക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങൾ. ഇത് പൊട്ടിപ്പോവാതെ പിടിച്ചിങ്ങനെ അവിടെ നിർത്തണം. അതിനാണ്. മറ്റേത് പല്ലടക്കം പോകും. അതാണ് ഒരറ്റത്ത് നിൽക്കരുത്. ഇങ്ങനെ തൂക്കം ഒപ്പിച്ചിട്ടാ ഇപ്പുറത്ത് കുറച്ചാൾ ഇപ്പുറത്ത്, അങ്ങനെയല്ല. ഏതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അവിടെ പോയി കാണാം. നീ ഒറ്റക്കാണെങ്കിലും ഒരു നാട്ടിൽ തന്നെ ഒറ്റക്കേ ഉള്ളൂ, അവിടെ നിൽക്കണം. അതാണ് അണപ്പല്ലുണ്ട്. ഇങ്ങനെ അറ്റത്ത് നിന്നാൽ ഇങ്ങനെ പോകും. പിന്നെ പല്ലും ഉണ്ടാവില്ല, പിടിച്ചതും ഉണ്ടാവില്ല. നാട്ടിൽ പറയില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല. അതുപോലെ ആയി പോകരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ അള്ളു അലൈഹാ ബിന്നവാജിദ്. ഇത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉമ്മത്തിനുള്ള താക്കീതായ രോഗവും മരുന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ മൻഹജ്, ഇതായിരിക്കണം നമ്മുടെ മൻഹജ്. ആര് വന്നാലും അവരെ അളക്കേണ്ടത് ഇതിൽ നിന്നാണ്. ഇതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, സഹാബത്ത് എങ്ങനെ. 73 കക്ഷികൾ ആയിത്തീരും ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞു. രക്ഷപ്പെടുന്ന കക്ഷി ഒന്നാണ്. പേര് പറഞ്ഞിട്ടില്ല, വിശേഷണമാണ് പറഞ്ഞത്. പേര് പറഞ്ഞ എല്ലാ സംഘടനക്കും ആ പേരായിരിക്കും. അല്ലെങ്കിൽ തന്നെ ശിർക്ക് ചെയ്യുന്ന കൗമിനിയുടെ പേരെന്തായാലും സുന്നത്ത് എന്നാണ്. പേരല്ല പറഞ്ഞത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ വിശേഷണം പറഞ്ഞു കൊടുത്തു. എന്താ വിശേഷണം? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്നേതൊരു നിലപാടിലാണോ ആ നിലപാട് സ്വീകരിച്ച ആളുകൾ, അവരാണ് രക്ഷപ്പെട്ട കക്ഷികൾ. അത് വിശേഷണമാണ്. അത് വെച്ചിട്ട് ഒരു സംഘം ഉണ്ടാക്കാൻ പറ്റൂല. എന്തായാലും 10 ആളുണ്ടായ 10 കോലത്തിലായിരിക്കും. 10 ആളും ഈ പറഞ്ഞ വിശേഷണം സ്വീകരിച്ചാൽ രക്ഷപ്പെട്ട കക്ഷി. അല്ലെങ്കിൽ ഏച്ചെട്ടിയാൽ മറിച്ചു വെക്കും. എല്ലാറ്റിനും കൂടി ഒരുമിപ്പിക്കാൻ നോക്കിയാൽ കുറേ എണ്ണം അങ്ങനെയും കുറേ എണ്ണം ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു പേര്, ഒരു സംഘത്തിന്റെ പേരല്ല പറഞ്ഞത്. പിന്നെയോ ഓരോരുത്തർക്കും വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിക്കാനുള്ള വിശേഷണമാണ്.